നമുക്കിന്ന് ഗോതമ്പൊടിയും റവയും ഉപയോഗിച്ച് ഒരു മധുരമുള്ള സ്നാക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും എരിവുള്ള സ്നാക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു മധുരമൊക്കെ വേണ്ടേ, എങ്കിലല്ലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളിതിൽ മുഴുവനും യൂസ് ചെയ്യുന്നത്. പുറമേ നിന്ന് വാങ്ങിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. എപ്പോഴും നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഗോതമ്പൊടിയും റവയും എല്ലാ വീടുകളിലും ഉണ്ടാവില്ലേ, പിന്നെ പാലുണ്ടാവും, കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ്, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വേറൊരു സ്നാക്കായി കിട്ടും. തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്ക് ആവാതെ അത് പെർഫെക്റ്റ് ആവില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ലൂസായി പോയാലും കുഴപ്പമില്ല, തിക്കായി പോരുത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും ആവില്ല, വ്യത്യാസം വരും കേട്ടോ. പിന്നെ മധുരത്തിന്റെ അളവ് ഇതൊരു മീഡിയം മധുരം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള മധുരമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മധുരമുള്ള പലഹാരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം, ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കാം. പിന്നെ 2 പഴം എടുത്തിട്ടുണ്ട്, ചെറിയ പഴമായതുകൊണ്ട് 2 പഴം എടുത്തിട്ടുണ്ട്, വലിയ പഴമാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കുറച്ച് പാലും വേണം. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ പാളയംകോടൻ പഴം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ചേർക്കുന്ന പഴമില്ലേ, അതാണ് പാളയംകോടൻ പഴം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കാം. ഏറ്റവും എളുപ്പം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പാളയംകോടൻ പഴം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിങ്ങൻ പഴം യൂസ് ചെയ്യാം. പക്ഷേ ടേസ്റ്റും എല്ലാം കൂടുതൽ പാളയംകോടൻ പഴം തന്നെയായിരിക്കും. എപ്പോഴും നല്ല പഴുപ്പായ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഇതുപോലെ നല്ല പഴുത്ത പഴം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ പഴത്തിൻ്റെ കൂടെ തന്നെ ഏലക്കയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഏലക്കപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഏലക്കപ്പൊടി ചേർക്കുക. അപ്പം ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിരുന്നത് കഴിഞ്ഞു പോയി. അപ്പോൾ ഏലക്കയുടെ സീഡ്സ് മാത്രം ചേർക്കുക, തൊലി വേണ്ട. പിന്നെ പാലെടുക്കുമ്പോൾ തിളപ്പിച്ച് ഇളം ചൂടുള്ള പാലെടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലെടുക്കരുത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് കേട്ടോ, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന വറുത്ത റവ. ഈ പഴത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. വേഗം തന്നെ മിക്സിയിൽ അരഞ്ഞു കിട്ടാനാണ് ഇതുപോലെ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഗോതമ്പൊടിയിലേക്ക് റവയും നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കുക. ഉപ്പ് അധികമായി പോരുത്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത പഴം ചേർക്കാം. അപ്പോൾ വറുക്കാത്ത റവ യൂസ് ചെയ്താലും വറുത്ത റവ യൂസ് ചെയ്താലും ഈ പാല് ചേർക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴം, പഞ്ചസാര, ഏലക്ക എല്ലാം ചേർന്ന മിക്സ്. അപ്പോൾ ഏലക്ക പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ചായിട്ട് പാല് ചേർത്ത് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ പാല് മുഴുവനും ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിക്കുക. ഇത് സ്പൂൺ ഉപയോഗിച്ചോ ഇതുപോലൊരു വിസ്ക് യൂസ് ചെയ്തിട്ടോ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട നമ്മൾ. അപ്പോൾ വറുത്ത റവയാണെങ്കിൽ റവ കുറച്ച് കൂടുതൽ പാല് ചേർത്താലേ സോഫ്റ്റായി വരുള്ളൂ. വറുക്കാത്ത റവയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ എളുപ്പമുണ്ടാവുക. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മധുരം ചെക്ക് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തിളപ്പിച്ച് ചൂട് മാറിയ പാലാണ് ചേർത്തത്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേയായിട്ട് ഒന്നുകൂടി ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. റവ ആയതുകൊണ്ട് കൂടുതൽ
പാല് വലിക്കുന്നതുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടി തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനിപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 15 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൊടികളും പാലും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഇതുണ്ടോ കുറച്ച് തിക്കായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർക്കുന്നില്ല, അധികം അങ്ങ് തിക്കായി പോയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുക, കറക്റ്റായിട്ട് കുക്കായി വരുന്നുണ്ടോ, ഇൻസൈഡ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ പാൽ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. അപ്പോൾ ഞാനൊന്ന് എണ്ണ ചൂടാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു. ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ഡ്രോപ്പ് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം, എണ്ണയുടെ ചൂട് കറക്റ്റ് ആണോ എന്നറിയാൻ. കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഒഴിക്കുക കേട്ടോ. വലിയ കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്ക് ആവില്ല പെർഫെക്റ്റ് ആയിട്ട്. ഇതിനി ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കേണ്ട. ഇതാ പൊങ്ങി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് പതുക്കെ എണ്ണ ഇതുപോലെ ഇങ്ങനെ തട്ടി ഒഴിച്ചു കൊടുക്കാം, കുറച്ചായിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ 2 സൈഡും ഒരുപോലെ തന്നെ കുക്കായി വരും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഈ സൈഡും ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇത് വെള്ളം ചേർത്തിട്ട് ചെയ്യാം കേട്ടോ, പാലിന് പകരമായിട്ട് വെള്ളം ചേർത്ത് ചെയ്യാം. പക്ഷെ അപ്പോൾ ടേസ്റ്റ് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല, പാലിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പാലിൽ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് വലിയ പാനാണെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണം ഒരേ സമയം ഒഴിക്കാം. ചെറിയ ചട്ടിയാണെങ്കിൽ കുറച്ച് ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ കുഴിവുള്ള പാത്രമായിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കില്ല, അതുപോലെ ഒന്ന് കുഴിഞ്ഞ് ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ സൈഡൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി തിരിക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഒട്ടും തന്നെ കുക്കാവില്ല, പുറം ഭാഗം മാത്രമേ കുക്കായി വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പല സ്നാക്സും ചെയ്യുമ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ചൂട് മാറി വരുമ്പോൾ വീണ്ടും കളർ മാറി വരും. കണ്ടോ, നമ്മുടെ നെയ്യപ്പം പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ആ റവയുടെ ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചു. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ഒഴിച്ചിട്ടാണ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുന്നത്. ഓരോ പ്രാവശ്യവും ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിം ആയിരിക്കണം, ഹൈ ഫ്ലെയിം ആവരുത്. പൊങ്ങി വരുന്നത് വരെ അനക്കാതെ തന്നെ വയ്ക്കാം. പൊങ്ങി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എണ്ണ പതുക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാനത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരുപാട് ഓവറായിട്ട് മധുരമൊന്നുമില്ല, ആവശ്യത്തിന് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാം. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കണും കൂടി കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.